ഹായ് ഗൈസ്, നമ്മൾ ഇംഗ്ലീഷിൽ ഒരാൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻ വേർഡ്സ് യൂസ് ചെയ്യാറുണ്ടല്ലേ. അതായത് വാട്ട് ആർ യു ഡൂയിങ്, ഹൗ ആർ യു ഡൂയിങ് ആൻഡ് വൈ ആർ യു ഹിയർ, അങ്ങനെ ഒരുപാട് WHO ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അറിയാം. ഇനി ഇന്നത്തെ വീഡിയോയിൽ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് ഇന്ററഗേറ്റീവ് പ്രൊനൗൺ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മൾ ഒരാളുടെ പേര് പറഞ്ഞു, ഇനി അടുത്ത സെന്റൻസ് പറയുമ്പോൾ ആ ആളുടെ പേര് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നതിന് പകരം ഷീ എന്നൊക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ ഹിസ് എന്നൊക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. സോ അതാണ് ആ ആളുടെ പേരിന് പകരം യൂസ് ചെയ്യുന്ന വേർഡ്സിനാണ് നമ്മൾ പ്രൊനൗൺ എന്ന് പറയുന്നത്. സോ ഇന്ററഗേറ്റീവ് പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത്, അതായത് ഇപ്പോൾ പോലീസുകാരൊക്കെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അല്ലേ, ആ സമയത്തൊക്കെ യൂസ് ചെയ്യുന്നത്, അതായത് അവർ റെഫർ ചെയ്യുന്നത് ഒരു നൗണിനാണ്, ഒരാളുടെ പേരോ അല്ലെങ്കിൽ സ്ഥലത്തെയോ ആണ് അതിന്റെ ആൻസർ ആയിട്ട് റെഫർ ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ഇന്ററഗേറ്റീവ് പ്രൊനൗൺ എന്ന് പറയുന്നത്. സോ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദി ഫസ്റ്റ് വേർഡ് ഈസ് വാട്ട്. ഓക്കെ, സോ വാട്ട് ആർ യു ഡൂയിങ്, അല്ലെങ്കിൽ എന്താ പറയാ, വാട്ട് ആർ യു ഡൂയിങ് എന്ന് പറഞ്ഞാൽ നീ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ വാട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് എന്തിനാ യൂസ് ചെയ്തത്? ഈ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത് വാട്ട് ആർ യു ഡൂയിങ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത്, അല്ലെങ്കിൽ വാട്ട് വർ യു ഡൂയിങ് എന്ന് ചോദിച്ചാൽ ആ സമയത്ത് നീ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാട്ട് എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അതേപോലെ which എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ടു ആസ്ക് അബൌട്ട് എ സ്പെസിഫിക് ഐറ്റം ഓർ ചോയ്സ് among a set. ഓക്കെ, which among this do you want, അതായത് ഇതിൽ ഈ കൂട്ടത്തിൽ നിനക്ക് ഏതാ വേണ്ടത്, അങ്ങനെ അതൊരു ചോയ്സ് ചോദിക്കുകയാണ് അല്ലേ. ഇനി അതേപോലെ എന്തെങ്കിലും ഒരു സാധനത്തിന്റെ ഒരു ഒബ്ജക്റ്റിനെ പറ്റിയൊക്കെ ചോദിക്കുന്ന സമയത്താണ് നമ്മൾ which എന്നുള്ള വേർഡ് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തതാണ് who. ഓക്കെ, who എന്ന് പറഞ്ഞാൽ ഹൂ ഈസ് യുവർ ഫാദർ, നിന്റെ അച്ഛൻ ആരാണ്. സോ ആര് എന്നുള്ള ചോദ്യത്തിനാണ്, ആര് എന്ന് നമ്മൾ മലയാളത്തിൽ ചോദിക്കുന്നതിനാണ് നമ്മൾ ഹൂ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് അല്ലെങ്കിൽ ഹൂ എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, യൂസ്ഡ് ടു ആസ്ക് അബൌട്ട് എ പേഴ്സൺ ഓർ എ പീപ്പിൾ, ഏതെങ്കിലും ഒരാളെ പറ്റി ചോദിക്കുന്ന സമയത്താണ് നമ്മൾ ഹൂ യൂസ് ചെയ്യുക. ഓക്കെ, അതും ഒരാൾ എന്ന് പറയുന്ന ആളുടെ പേരായിക്കോട്ടെ, അതൊക്കെ ഒരു നൗൺ ആണ് അല്ലേ. സോ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇന്ററഗേറ്റീവ് പ്രൊനൗൺ എന്നുള്ളത് ഈ ക്വസ്റ്റ്യൻ വേർഡിന് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്, പറയുന്നത്. ഓക്കെ, സോ ഹൂ എന്ന് പറഞ്ഞാൽ ഒരാളെ പറ്റി ചോദിക്കുന്ന സമയത്ത്, ഹൂ ഈസ് യുവർ ഫാദർ, അങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഹൂം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ടു ഹൂം ഡിഡ് യു ഗിവ് ഇറ്റ്, നീ ഇത് ആർക്കാണ് കൊടുത്തത്. സോ ഈ ആർക്ക് എന്നൊക്കെ ചോദിക്കൂലേ, മറ്റേത് ഹൂ ചോദിച്ചാൽ ആര് എന്നാണ്. ഹും എന്നുള്ളത് ആർക്ക്, നീ ആർക്കാണ് കൊടുത്തത്, അല്ലെങ്കിൽ ആരെടുത്താണ് ഇത് കൊടുത്തത് എന്നൊക്കെ ചോദിക്കാറില്ലേ. സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്താണ് നമ്മൾ ഹും എന്നുള്ളത് പറയാറുള്ളത്. ഓക്കെ, സോ ലാസ്റ്റ് വൺ ഹൂസ് എന്ന് പറയുന്നത് ആരുടെ ഓണർഷിപ്പ്, ഇത് ആരുടേതാണെന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ. ഹൂസ് ബാഗ് ഈസ് ദിസ്, ഈ ബാഗ് ആരുടേതാണെന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ. സോ ആ ഒരു ഓണർഷിപ്പ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഹൂസ് എന്നുള്ളത് യൂസ് ചെയ്യാറുള്ളത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഇന്ററഗേറ്റീവ് പ്രൊനൗൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ചെയ്യുക. ബൈ.